ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ, നീ ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന പലരുടെയും മുഖത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മറുപടി കിട്ടാത്തതിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? ബന്ധുക്കളുടെ സഹായം തീരും, കരുതുമെന്ന് ഉറപ്പു നൽകിയവരുടെ വാക്കുകൾ പോലും ചില സമയത്ത് നമ്മളെ കരുതുന്നില്ല എന്ന് നിനക്ക് തോന്നും. നീ അത് തിരിച്ചറിയും. സുഹൃത്തുക്കളുടെ കരുണ പോലും കുറഞ്ഞേക്കാം. എന്നാൽ നിന്നോട് കരുണയുള്ള കർത്താവ്, ഉന്നതനായൊരു രാജാവിൻ്റെ ഹൃദയത്തെ തന്നെ നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കൃപയാൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന വലിയ കരുതൽ കാണാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കൂടുതലായി പ്രാപിപ്പാനും നമുക്ക് യേശുവിൻ്റെ അരികിൽ അല്പനേരം ഇരുന്നാലോ? ഇന്നത്തെ പ്രവചനദൂത് നമ്മളുടെ ഹൃദയത്തിന് മുറിവിൽ പുരട്ടുന്ന സുഗന്ധലേപം പോലെ വളരെ മൃദുവായിരിക്കുന്നൊരു തലോടലായി നമുക്ക് നമ്മുടെ ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ നിന്നത് ദൂതിനെ ഒന്ന് സ്വീകരിക്കാം. മുറിവേറ്റ് കിടന്നവൻ്റെ മുറിവിലേക്ക് വീഞ്ഞും എണ്ണയും പകർന്ന നല്ല സമരിയാക്കാരനാണ് നമ്മളോട് ഇന്ന് രാവിലെ സംസാരിക്കാൻ പോകുന്നത്. ദൂതിനു വേണ്ടി നമുക്ക് കാതോർക്കാം. ഇന്നത്തെ പ്രവചനദൂത് കേൾക്കുന്ന ഈ ശുശ്രൂഷയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ഇന്നത്തെ പ്രവചനദൂത് ഫാമിലിയെ മുഴുവനായും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രാരംഭമായി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിലാഷങ്ങൾ സഫലമായി, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വന്ന് നിങ്ങളുടെ ജീവിതം മുൻപിലെ സകല പ്രതിസന്ധികളും മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാ ഐശ്വര്യങ്ങളാലും നിറയപ്പെടട്ടെ. ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ദൈവാലോചനയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത്. അതിന് രാജാവും രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധയോടെ കേൾക്കണം. രാജാവും രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയക്കുവാൻ രാജാവിന് സമ്മതമായി. ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഒരവധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരോടാണ് ഈ വചനത്തിലൂടെ ആദ്യത്തെ വാക്ക് ഞാൻ പറയുന്നത്. നിങ്ങളൊരു ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയിലായിരിക്കും ഇപ്പോൾ ആയിരിക്കുന്നത്. അത് സാങ്ഷനാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവധിക്കാലം നിങ്ങൾക്ക് ആസ്വാദ്യകരമാം വിധം നിങ്ങളുടെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതിന് ദൈവം ഉന്നതരുടെ ഹൃദയങ്ങളോട് ഇടപെട്ട് നിങ്ങൾക്കതിനെ സാധിപ്പിച്ചു തരുമെന്ന് ഈ ദൈവവചനം കേട്ടതിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. ആർക്കും തടയാനാവാത്ത ഒരു യാത്ര നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. ആർക്കും ഇടപെടലിനാൽ അട്ടിമറിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിഗത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയം ദൈവം നിനക്ക് അനുവദിച്ചു തരും. നിൻ്റെ കുടുംബത്തോട്, പ്രിയപ്പെട്ടവരോടൊപ്പം കർത്താവ് നൽകുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊള്ളുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. രാജാവും രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. അവർ സംസാരിക്കുന്നു. ഉന്നതരായ ചില മനുഷ്യരുടെ ഇടപെടലുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഒരുപക്ഷെ അത് ഫാമിലി ആയിട്ട് തന്നെ നിങ്ങളോട് പറയുന്ന നിലയിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേലധികാരികളായിരിക്കാം, നിങ്ങൾ ഏർപ്പെടുന്ന ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവരുടെ തലപ്പത്തുള്ള വ്യക്തികളായിരിക്കാം. ചുരുക്കത്തിൽ ഒരു കുടുംബം നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു കുടുംബ അധികാരത്തിലുള്ള, ഒരു അധികാര ശ്രേണിയുടെ മുകളിലുള്ളവരുടെ ഫാമിലി നിങ്ങളോട് ഇടപെടുന്നു. ഇതൊരു നല്ല ലക്ഷണമാണ്. കാരണം അത് ഏകപക്ഷീയമായൊരു തീരുമാനത്തെക്കാൾ ഉപരിയായി ഒരു കുടുംബം ഒന്നിച്ച് നിങ്ങളുടെ കാര്യത്തിൽ പരിഗണന തരുന്ന നിലയിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം തുറക്കപ്പെടുന്നത് ഒരു നല്ല കാര്യമാണ്. ദൈവം അതൊരുക്കും. നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തി അവധിയെടുക്കാൻ ആഗ്രഹിച്ചത് തൻ്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായിരുന്ന യെരുശലേമിൻ്റെ കവാടങ്ങളും മതിലുകളും തകർക്കപ്പെട്ട് കിടന്ന ഒരു കാലത്ത് അതിനെ പണിതുയർത്തുവാനുള്ള അഭിലാഷത്തോടു കൂടെയാണ് നെഹമ്യാവ് അവധിക്ക് വേണ്ടി ആഗ്രഹിച്ചത്. 52 ദിവസങ്ങൾ കൊണ്ട് താൻ അത് പൂർത്തീകരിച്ചതു ദൈവവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതിവേഗത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ലൈഫിൽ ചെയ്യും. അതായത് വിരലിലെണ്ണാവുന്ന ചില ദിവസങ്ങൾ കൊണ്ട്, ഒരു 52 ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങളായിട്ടുള്ള തകർച്ചകളെ ഉദ്ധരിച്ച് ഉയരുന്ന ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വളർച്ചയുടെ നാളുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും.
അടുത്തൊരു 2 മാസത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതം വർഷങ്ങളായി കിടക്കുന്ന വലിയ തകർച്ചയിൽ നിന്ന് പുനരുദ്ധരിക്കപ്പെടുമെന്നൊരു ദൈവിക ദൂത് ഞാൻ പറഞ്ഞാൽ, പാസ്റ്ററെ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് ആമേൻ പറയാൻ എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേകർ തീ വെച്ച് കളഞ്ഞത്, അനേകർ ഇടിച്ച് കളഞ്ഞത്, അടിസ്ഥാനങ്ങളെ മുട്ടിച്ചിപ്പിച്ച് കളഞ്ഞത്, ആർക്കും കയറി വരാവുന്ന നിലയിൽ, ആർക്കും ആക്സസ് ഉള്ളൊരു നിലയിൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അതിങ്ങനെ താറുമാറായി കിടക്കുമ്പോൾ അതിൻ്റെ അന്തർശിഥിലങ്ങളെ മാറ്റി അതിൻ്റെ ഉടച്ചിലുകൾക്കകത്തു നിന്നും അതിനെ അവശേഷിപ്പുകളെ പിന്നെയും പടുത്തുയർത്തി പൂർവാധികം ശക്തിയോടുകൂടി അതിനെ ദൃഢവൽക്കരിക്കുന്ന ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്ന സമയത്തിലേക്കാണ് ദൂത് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിന്ന ചില വിഷയങ്ങൾ അടുത്ത 2 മാസത്തിനകം നിങ്ങളുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി തീരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൽ ഒരുക്കുന്ന ഒരു പുനഃസ്ഥാപനത്തിൻ്റെ സമയത്തിൽ നമ്മൾ ഇന്ന് രാവിലെ ആയിരിക്കുകയാണ്. ഇത് ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്കുള്ളതായ ഒരു സമയമാണ്. ഇന്നത്തെ ഈ ഒരു ദൂത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ആഴ്ച എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചില നിർമ്മിതികൾക്കുള്ള അവസ്ഥ തുറന്ന് ചില പണികാര്യങ്ങൾ പൂർത്തീകരിക്കുകയും മുടങ്ങിക്കിടക്കുന്ന ചില വീടുകൾ പിന്നെയും പണിത് കംപ്ലീറ്റ് ചെയ്യുകയും പാതി വഴിയിൽ കിടക്കുന്ന ചില ബ്ലോക്കായി കിടക്കുന്ന ചില പ്രൊജക്റ്റുകൾ ദൈവം അതിനെ ഫുൾഫിൽ ചെയ്യുവാനുള്ള വാതിലുകൾ തുറന്നു തരികയും നിങ്ങൾ പകുതി പരിശ്രമിച്ചിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യത്തെ കർത്താവ് നിങ്ങൾക്ക് അനുവദിച്ചു തരികയും ചെയ്യും. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് ആക്കാനുള്ള ദൈവിക പ്രവൃത്തിയുടെ സമയം വന്നു ചേർന്നിരിക്കുകയാണ്. പാതി വഴി മുടങ്ങിയതിനോട് പൂർത്തീകരിക്കപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറയുക. കാരണം ദൈവം അത് നിങ്ങളുടെ ലൈഫിൽ ഒരുക്കുകയാണ്. ഉന്നത മേഖലകളിൽ നിന്നും അതിന് വേണ്ടതായിരിക്കുന്ന പെർമിഷനുകൾ ഗ്രാൻഡാകും. ദൈവം ഉന്നതരുടെ ഹൃദയങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെടേണ്ട സകലത നിങ്ങൾക്ക് അനുവദിച്ചു തന്ന് നിങ്ങളുടെ ഈ യജ്ഞത്തെ കംപ്ലീറ്റ് ചെയ്യുവാനുള്ള എല്ലാ റിസോഴ്സസും തുറന്നു തരുമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഉന്നതമായിരിക്കുന്ന മേഖലകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹീതമായിരിക്കുന്ന പൂർത്തീകരണത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ ഇന്ന് രാവിലെ വരികയാണ്. നിങ്ങൾ പാതി തുടങ്ങി മുടങ്ങിക്കിടക്കുന്ന എന്ത് പദ്ധതിക്കും ദൈവത്താൽ ഒരു പൂർത്തീകരണം വരാൻ പോകുന്നു. നിങ്ങൾ വളരെ ശബ്ദത്തോടുകൂടെ പണിതുയർത്തിയതും മറ്റുള്ളവർക്കേറെ നശിപ്പിച്ചതുമായ ചില കാര്യങ്ങൾ ദൈവകൃപയാൽ പിന്നെയും പുനരുദ്ധരിക്കപ്പെടാൻ പോകുന്നു. ഇത് വേർപിരിഞ്ഞിരിക്കുന്ന ചില കുടുംബ ബന്ധങ്ങൾ ഒന്നുചേരുന്നതിന് കാരണമാകും. നഷ്ടപ്പെട്ട് നിൽക്കുന്ന ചില ജോലികൾ തിരിച്ചു വരുന്നതിന് കാരണമാകും. സസ്പെൻഷനിലായിരിക്കുന്ന ചില ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി തങ്ങളുടെ സർവീസിലേക്ക് തിരികെ കയറുന്നതിന് അത് കാരണമായി തീരും. എവിടേക്കോ നിങ്ങളെ മാറ്റി നിർത്തിയിടത്തു നിന്ന് നിങ്ങളെ പിന്നെയും പഴയ അവസ്ഥയിൽ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിങ്ങളെ പുനഃസ്ഥാപിക്കപ്പെടുവാനുള്ളതായ ഒരു ദൈവിക ഇടപെടലിന് ഈ പറയപ്പെടുന്ന ദൂത് നിമിത്തം നിങ്ങൾക്കൊരു അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് ആധികാരികമായി തന്നെ പറയുന്നു. നിങ്ങളൊരു പ്രോസസ്സിങ്ങിലായിരുന്നതും എന്നാൽ നിങ്ങൾക്ക് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നതുമായിരിക്കുന്ന ചില ധനപരമായ ഇടപാടുകൾ, കൂടാതെ ചില ലാൻഡ് സംബന്ധമായിരിക്കുന്ന പേപ്പർ വർക്കുകൾ, ഇതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു, എന്നാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ചില കാരണങ്ങളാൽ ബ്ലോക്കായി കിടക്കുന്ന മേഖലകളെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമാം വിധം തുറക്കുകയും നിങ്ങളുടെ യാത്ര പൂർത്തീകരിക്കാനുള്ള എല്ലാം ദൈവം ഒരുക്കും. നെഹമ്യാവിൻ്റെ യാത്രയ്ക്ക് വേണ്ടത് ദൈവം സജ്ജമാക്കിയതുപോലെ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടത് ദൈവം സജ്ജമാക്കും. നെഹമ്യാവിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ദൈവം ഒരുക്കിയതുപോലെ നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ദൈവം ഒരുക്കും. നെഹമ്യാവിന് വേണ്ടി ഉന്നതരായ രാജാവും രാജ്ഞിയും അനുവാദം നൽകിയതുപോലെ നിങ്ങൾക്ക് വേണ്ട അനുമതികൾ ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയെ കൊണ്ടായാലും പുരുഷനെ കൊണ്ടായാലും ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിച്ചു തരും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സർവീസിലിരിക്കെ അവർ മരണപ്പെട്ടിട്ടും വർഷങ്ങളായി നിങ്ങൾക്ക് ലഭിക്കാതെ എവിടെയോ ബ്ലോക്കായി കിടക്കുന്ന ചില പണം നിങ്ങൾക്കത് പെൻഷൻ അടക്കം അതിൻ്റെ സ്കീമുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതും അവരുടെ നന്മ നിങ്ങൾ പ്രാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് ചലിക്കുന്നുണ്ട്. കർത്താവിൽ നിങ്ങൾക്കത് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ചില കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി നവീനമായ ചില പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി പുതിയ ചില സംരംഭങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയായിട്ട് ചിലരെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ പാതി വഴിയിൽ അതിൻ്റെ വർക്കുകളും മുടങ്ങിപ്പോയെടുത്ത് ദൈവം അതിനെ തട്ടിക്കുടഞ്ഞെടുത്ത് നിങ്ങളുടെ ആ സ്വപ്നം സഫലമാക്കാനുള്ള അനുഗ്രഹങ്ങളെ തുറന്നു തരും. ഇന്ന്
മുടിഞ്ഞുപോയിടത്തു നിന്നും, നശിപ്പിക്കപ്പെട്ടിടത്തു നിന്നും, ഇടിഞ്ഞു പോയിടത്തു നിന്നും പുനഃസ്ഥാപിക്കപ്പെടുന്ന പുതിയ അന്തരീക്ഷം തുറക്കപ്പെടുന്ന ദിവസമാണ്. വരൾച്ചയുടെ കാലത്തിന് ശേഷം ഏലിയാവിൻ്റെ പ്രാർത്ഥന മഴയെ കൊണ്ടുവന്നതുപോലെ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെ മാറ്റി പുതിയതൊന്ന് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരുവാൻ അത് കാരണമായി തീരും. വിശ്വസിക്കുക, യേശു പുനഃസ്ഥാപനങ്ങളുടെ ദൈവമാണ്. ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് കല്ലറയാൽ തീർന്നു പോകാതെ പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ രക്തത്തിൻ്റെ വീര്യം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വെളിപ്പെടും. യേശു എന്ന വാക്കിൽ പുനരുദ്ധാനം എന്നുള്ള അനുഗ്രഹം വെളിപ്പെട്ട് നിൽക്കുന്നതിനാൽ ക്രിസ്തുവിലൂടെയുള്ള പുനരുദ്ധാന അനുഗ്രഹം നിങ്ങൾക്കിന്ന് സഫലമാകാൻ പോകുന്നു. സന്തോഷത്തോടുകൂടെ ഇന്നത്തെ ഈ ദൂതിന് മുമ്പിൽ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ പിടിച്ചുകൊള്ളുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ദൂതിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിനും വിടുതലിനും വീര്യപ്രവൃത്തിക്കായിട്ടും സ്തോത്രം. അങ്ങയുടെ പൊന്നോമന മക്കൾ അവരേർപ്പെട്ടിരിക്കുന്ന വിവിധ കാര്യങ്ങളിൽ സഫലകരമായ വഴികളും വാതിലുകളും അനുഭവങ്ങളും അനുവാദങ്ങളും കർത്താവെ പ്രത്യേക ചില സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അത് പൂർത്തീകരിക്കുവാനുള്ള സാമ്പത്തിക വഴികളും ദൈവം പ്രദാനം ചെയ്ത് മാനിക്കുന്നതിനായിട്ട് സ്തോത്രം. സർവ്വകൃപകളാലും ഇന്നിവരെ നിറയ്ക്കും. യാത്രകൾ സഫലമാകും, അനുമതി പത്രങ്ങൾ കിട്ടും, സർവീസിലേക്ക് തിരികെ കയറും, ചില വലിയ പെർമിഷനുകൾ ഗ്രാൻഡഡ് ആകും. ദൈവ അനുഗ്രഹം അങ്ങയുടെ മക്കളെ പൊതിയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇപ്പോൾ കൂട്ടായ്മ നടക്കുന്നത്. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ IMA ഹാളിൽ കോട്ടയത്ത് നമ്മുടെ വിശുദ്ധ സഭായോഗവും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. നിങ്ങൾ വരുവാൻ, ദൈവകൃപ പ്രാപിപ്പാൻ ഞാൻ നിങ്ങളെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വലിയവനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുകയും വിശാലപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ.